പക്ഷേ അത് പൂർണ്ണമായും പൊളിയുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിന് അപ്പുറത്തേക്ക് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെ ഇക്കാര്യത്തിൽ ബന്ധമുണ്ട് എന്ന തെളിവ് സഹിതം ലഭിച്ചതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് ഒക്കെ കടന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ CPM-നും സർക്കാരിനും മറുപടി പറയേണ്ടി വരും. കാരണം സർക്കാരും CPM-ഉമാണ് എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത്. അതിനു മുമ്പ് PK ഗുരുദാസന്റെ കൂടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒക്കെ ഉണ്ടായിരുന്ന ആൾ കൂടി എന്നുള്ളത് CPM-ഉമായുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPM-ഉമായി അടുത്തു നിൽക്കുന്ന CPM നിയോഗിച്ച ഒരാളിന്റെ അറസ്റ്റിലേക്കാണ് ഈ സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് CPM-നെയും ഒപ്പം തന്നെ സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത്. അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിന്റെ പ്രചാരണങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ്. നേരത്തെ തന്നെ പത്മകുമാറിന്റെ പേരും ഒപ്പം തന്നെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പേരും ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കടകംപള്ളി സുരേന്ദ്രനും ഈ പത്മകുമാറിനും ഇക്കാര്യത്തിൽ കൃത്യമായ അറിവുണ്ട്. അവരുടെ ബന്ധം കൂടി അന്വേഷിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിയമസഭയ്ക്ക് അകത്തുൾപ്പെടെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യപ്പെട്ടതും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഉന്നത തലത്തിലേക്കുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമാക്കാനായിരിക്കും പ്രതിപക്ഷം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം നടത്തുക. സ്വാഭാവികമായും അത് സർക്കാരിനെയും ഒപ്പം തന്നെ LDF-നെയും പ്രതിരോധത്തിലാക്കുന്ന നടപടി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടം ആയതുകൊണ്ട് തന്നെ എന്തായാലും ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇനി എൻ വാസുവിന്റെ ചോദ്യം ചെയ്യൽ ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ അടുത്ത ആരിലേക്ക് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അത് അന്ന് കമ്മീഷണറായിരുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറുണ്ട്. ഒപ്പം തന്നെ ഈ എൻ വാസു പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് ഇനി CPM-നും സർക്കാരിനും ആശങ്കയായി നിൽക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നത് ഈ VIP-യുമായി ഈ സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട ആ VIP-യുമായി കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു. അത് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടൽ, സഹായം, ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഇടപെടൽ ഒക്കെ ഉണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി അന്വേഷണം പോവുക. അതായത് നിലവിൽ ഒരു ഉന്നതൻ അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ഇതിന് മുകളിൽ ഏത് ഉന്നതൻ എന്നുള്ളതാണ്. ആ ചോദ്യമുനയാണ് നിലവിൽ CPM-നും സർക്കാരിനും മേൽ ഉയർന്നു വരുന്നത്. അമൃത. ശരി സിജോ, ഇതിപ്പോൾ പ്രാഥമികമായൊരു ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ നടന്നതാണ് വാസുവിന്റെ കേസിൽ. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ നടക്കാനിരിക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ഈ സുധീഷ് ബാബു ആയാലും അതുപോലെ തന്നെ മുരാരി ബാബു ആയാലും വാസുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഈ കേസിൽ എന്താണ് ഈ സ്വർണം ചെമ്പായ വിഷയത്തിൽ എന്താണ് എൻ വാസുവിന്റെ പങ്ക് എന്നാണ് നിലവിൽ SIT സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. എന്തൊക്കെ കാര്യങ്ങളാണ് വാസുവിനെ സംശയമുനയിൽ നിർത്തുന്നത്? ഒന്ന്, ഇയാൾ ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥർ ഇയാളുടെ കൈവശം കൊടുക്കുന്നത്. അങ്ങനെ ആ രേഖകളിൽ ഒപ്പിട്ടിരുന്നു എന്നതാണ് ഒന്ന് ഈ തട്ടിപ്പിന് കാരണമായി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ഈ ബാക്കി വന്ന സ്വർണം അത് ഈ സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾക്ക് മെയിൽ അയക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന വാസുവിന് മെയിൽ അയക്കുന്നു. അത് ഉദ്യോഗസ്ഥർക്ക് ഫോർവേഡ് ചെയ്തു എന്ന് കൊടുത്തിരുന്നാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലും തന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന നിലപാടാണ് എൻ വാസു ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ആദ്യത്തെ കാര്യത്തിൽ രേഖകളിൽ ഒപ്പിട്ട് പറഞ്ഞിരുന്നത് അന്നത്തെ ഉദ്യോഗസ്ഥർ തനിക്ക് ഇത്തരത്തിൽ രേഖകൾ തയ്യാറാക്കി അയച്ചു തന്നു, താനത് ഒപ്പിട്ട് ചെയ്തു, അല്ലെങ്കിൽ കൊള്ളയുടെ ഭാഗമായി കൂട്ടി നിന്നിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു നിലപാട് പറയുമ്പോഴും അത് അങ്ങനെ സംഭവിച്ചതാണാകാം എന്ന് പറയുമ്പോഴും അടുത്ത ഒരു കാര്യമാണ് ഇയാളെ സംബന്ധിച്ച് കുരുക്കിയിരുന്നത്. കാരണം ഈ ഇത്തരത്തിലൊരു മെയിൽ കോഡ് വന്നപ്പോൾ അത് ഫോർവേഡ് ചെയ്തിരുന്നത് എൻ വാസുവാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി അയാൾക്ക് ഇതിനെക്കുറിച്ച് പങ്കില്ല എന്നുള്ള വിവരമാണ് അറിഞ്ഞിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്കും നടപടികളിലേക്കും തെളിവുകൾ ശേഖരണത്തിലേക്കും ഒക്കെ അന്വേഷണ സംഘം പോയത്. അങ്ങനെ എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഇയാൾക്കുണ്ട്. ഈ കൊള്ളയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ രേഖയിലെ രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നതിലും അതിന്റെ ഗൂഢാലോചനയും അതിന്റെ ആസൂത്രണവും എല്ലാ കാര്യങ്ങളിലും ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള ഒരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഇയാൾക്ക് സഹായം ചെയ്ത് കൊടുത്ത ആൾ അല്ലെങ്കിൽ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നിലവിൽ ഈ അന്വേഷണം നേരിടുന്ന ആളുകൾ അതാണ് നിലവിലെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. പത്മകുമാറിന് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. അങ്ങനെ ഇവർക്ക് പങ്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടാവുക എൻ വാസുവാണ്. വാസുവിനെ ചോദ്യം ചെയ്യലിലൂടെ ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഒരു കൃത്യത വരുത്താൻ സാധിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ശരി.